അസ്സലാമു അലൈക്കും യാ അയ്യുഹത്തുല്ലാബീൻ. ഇന്ന് നമ്മൾ 5-ാമത്തെ യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. അൽ വഹ്ദത്തുൽ ഖാമിസ, 5-ാമത്തെ യൂണിറ്റ്. എന്താണ് 5-ാമത്തെ യൂണിറ്റിൻ്റെ പേര്? അൽ ആലമുൽ അജീബ്, അത്ഭുതകരമായ ലോകം. ഈ 5-ാമത്തെ യൂണിറ്റിൽ 3 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. അതിൽ 1-ാമത്തെ ചാപ്റ്ററാണ് അൽ ഇൽമു ബഹ്റുൻ. നമുക്കിന്ന് 1-ാമത്തെ ചാപ്റ്റർ പഠിക്കാം. അൽ ഇൽമു ബഹ്റുൻ, അറിവ് സമുദ്രം പോലെയാണ്, അറിവൊരു കടൽ പോലെയാണ്, അല്ലേ? വിശാലമായ കടൽ പോലെയാണ് എന്ത്? അറിവ്. ഇനി അടുത്ത പേജിലേക്ക് നോക്കിക്കേ. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ഒരു ബോയും ഒരു ഗേളും എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുകയല്ലേ? ആകാശത്തു നിന്ന് എന്താ വരുന്നേ? ഒരു ഡ്രോണാണല്ലേ. അപ്പോൾ ഡ്രോൺ പറയുക, വസൽത്തു ഇലാ വിജ്ഹതി, ഞാൻ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. വസൽത്തു ഇലാ വിജ്ഹതി, ഡ്രോൺ പറയുവാണ് ഞാൻ കറക്റ്റ് സ്ഥലത്ത് എത്തിച്ചേർന്നു. അതെന്താണെന്നുള്ളത് നമുക്കിനി അടുത്ത ചാപ്റ്ററിൽ പഠിക്കാം. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് നോക്കാം, അല്ലേ? ഇപ്പോൾ നമുക്ക് 1-ാമത്തെ ചാപ്റ്ററിലേക്ക് പോയാലോ? 5-ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താണ്? അൽ ഇൽമു ബഹ്റുൻ, അറിവ് സമുദ്രം പോലെയാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട്? ഒരു ബോയ് ഉണ്ടല്ലേ. ബോയുടെ പേരെന്താണ്? ഫവാസ്. അപ്പോൾ ഫവാസ് ഉണ്ട്. ഫവാസിൻ്റെ അടുത്ത് ആരുണ്ട്? ഒരു റോബോട്ടുണ്ട്. ഡൈനിങ് ടേബിളിൽ ഫുഡൊക്കെ തയ്യാറായിട്ടിരിക്കുക. ഇപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന ജോലികളൊക്കെ റോബോട്ടും ചെയ്യുമല്ലേ. ഇപ്പോഴത്തെ എന്തൊക്കെ ടെക്നോളജികളാണ് വികസിച്ചു കൊണ്ടിരിക്കുന്നേ. നമുക്ക് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും റോബോട്ടിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൽമിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു കവിതയാണിത്. നമുക്ക് വായിച്ചു നോക്കിയാലോ? العلم بحر واسع وكله منافع أعرف بالأزرار ما غاب من أسراري وأصلح الأخطاء لمسا كما أشاء وأحسب الأرقام في دقة الإحكام ولن يكون في غدي صعب بعيني أو يدي العلم بحر واسع وكله منافع. നല്ല കവിതയല്ലേ? അപ്പോൾ എല്ലാവരും നല്ല ഈണത്തിൽ ഈ കവിത പാടി നോക്കണം കേട്ടോ. നമുക്കിതിൻ്റെ മീനിങ് നോക്കിയാലോ? അൽ ഇൽമു ബഹ്റുൻ വാസിഉൻ, ഇൽമെന്നുള്ളത് അറിവ് ഒരു സമുദ്രം പോലെയാണ്, വിശാലമായ കടൽ പോലെയാണ്. വകുല്ലുഹു മനാഫിഉ, നമുക്ക് അറിവുകളെല്ലാം എന്താണ്? മൊത്തം അറിവുകളും പ്രയോജനകരമായതാണ്. അഅരിഫു ബിൽ അസ്റാരി മാ ഗാബ മിൻ അസ്റാരി, നമുക്കറിയാത്ത കാര്യങ്ങൾ ഒരു ബട്ടണിൽ ഞെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. അരിഫു, നമുക്ക് അറിയാൻ പറ്റും. അസ്ലിഹുൽ അഖ്താഅ, നമ്മുടെ തെറ്റുകൾ നമുക്ക് തിരുത്താൻ പറ്റും. ലംസൻ കമാഷ, നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തിരുത്താൻ പറ്റും. അഹ്സിബുൽ അർഖാമ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ക് കൂട്ടാൻ പറ്റും. ഫി ദിക്കത്തിൽ ഇഹ്കാമി, സൂക്ഷ്മമായിട്ട് തെറ്റുകളൊന്നും കൂടാതെ നമുക്ക് കണക്കുകൾ കൂട്ടാൻ പറ്റും. വലൻ യകൂന ഫി ഗദി, ഇനി എനിക്ക് ശേഷം നാളെ, അതായത് ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ, ഇനി ഫ്യൂച്ചറിൽ, സ്വഅബും ബിഐനി ഔ യദി, നമ്മുടെ കണ്ണിനെ കൊണ്ടോ കൈയിനെ കൊണ്ടോ എന്തോ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല. അൽ ഇൽമു ബഹ്റുൻ വാസിഉൻ, അറിവ് വിശാലമായ കടൽ പോലെയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കണ്ണിനെയും കയ്യെയും ഒന്നും ബുദ്ധിമുട്ടിക്കേണ്ടി വരത്തില്ലല്ലേ. വകുല്ലുഹു മനാഫിഉ, അപ്പോൾ അറിവ്, ഈ എല്ലാ അറിവുകളും എന്താണ്? ഈ ടെക്നോളജിയിലൂടെ വികസിപ്പിച്ചെടുക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്? നമുക്ക് പ്രയോജനകരമായ കാര്യങ്ങളാണല്ലേ. ഇനി നമുക്ക് അടുത്ത എക്സസൈസ് നോക്കിക്കാലോ. നുറാജിഉൻ നശീദത വനഖ്താറുൽ കലിമാതി അൽ മഖ്തൂമ,
എന്താണ് അൽ മഖ്തൂമത ബി ഐൻ യ ഹംസ മീം. അപ്പോൾ ഐൻ യ ഹംസ മീം ഈ അക്ഷരങ്ങളുള്ള വാക്കുകൾ നമ്മൾ ഈ കവിത വായിച്ച് നോക്കിയിട്ട് കണ്ടുപിടിക്കണം. ഐൻ വെച്ചിട്ടുള്ള വാക്ക് ഇതാ കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ടല്ലേ. ഏതാണ്? വാസിഉൻ മനാഫിഉ. ഇനി നമുക്ക് യാ വെച്ചിട്ടുള്ള വാക്ക് കണ്ടുപിടിച്ചാലോ? യാ വെച്ചിട്ട് ഏതുണ്ട്? ഐനുണ്ടല്ലേ, ഐനുണ്ട്, യദുനുണ്ട്. കണ്ണും കയ്യും. ഓക്കെ, അടുത്തതോ ഹംസ. ഹംസ വെച്ചിട്ട് നമുക്ക് എന്തെഴുതാം? അഹ്തായും എഴുതാം, അഷാവും എഴുതാം അല്ലേ. പിന്നെയോ അടുത്ത മീമ്. മീമ് വെച്ചിട്ട് നമുക്ക് എന്തെഴുതാം? അർക്കാമും ഇഹ്കാമും. അപ്പം നമ്മുടെ വാക്കുകളെല്ലാം നമ്മൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കൂലേ? വെരി ഗുഡ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുതണം കേട്ടോ. അടുത്ത എക്സസൈസ് നഖ്റഉ, നമുക്ക് വായിക്കാം. യദുൻ, ബൈത്തുൻ, കുർസിയുൻ, ജുന്തിയും. അവിടെ റെഡ് കളറിൽ തന്നേക്കുന്ന അക്ഷരം ഏതാണ്? യാ. തുടക്കത്തിൽ യാ എങ്ങനെ എഴുതണം? നടുക്ക് എങ്ങനെ എഴുതണം? കൂട്ടിച്ചേർത്ത് അവസാനം എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഒറ്റയ്ക്ക് യാ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? 4 രീതികളും ഇവിടെ തന്നിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത എക്സസൈസ് നുലമ്മിനു, നമുക്ക് കളർ ചെയ്യാം. അപ്പോൾ അത് എഴുതേണ്ട രീതിയിൽ തന്നെ എന്ത് ചെയ്യുക? കളർ ചെയ്യുക. ആ യായുടെ മേളിൽ കൂടെ തന്നെ എഴുതി കളർ ചെയ്യുക. ഇനി അടുത്ത എക്സസൈസ് നസ്ലുൽ ഹുറൂഫ്. അക്ഷരങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടിച്ചേർത്ത് എഴുതാം. യൻബൂഉൻ, ഹയവാനുൻ, സൊബിയുൻ. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് നോക്കിയാലോ. ഇവിടെ ഉമ്മയും ഉണ്ട്, ഫവാസുണ്ട്, ഫവാസിൻ്റെ സിസ്റ്ററും ഉണ്ടല്ലേ. ഇവരെന്താ സംസാരിക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഫവാസിൻ്റെ സിസ്റ്റർ പറയുക, മാമ ഉമ്മി അബൈ എനിക്ക് വേണം ബാലുൽ ലൊഹബാത്ത് കുറച്ച് കളിപ്പാട്ടങ്ങൾ. ലൊഹബാത്ത് ടോയ്സ് കേട്ടോ. അപ്പോൾ ഉമ്മ എന്താ പറഞ്ഞു? നഷ്തരീഹ നമുക്കത് വാങ്ങാം. മിന സൂക്കി എവിടെ നിന്നും? മാർക്കറ്റിൽ നിന്നും. മസാ ഈവനിങ് നമുക്ക് വൈകുന്നേരം എന്ത് ചെയ്യാം? മാർക്കറ്റിൽ പോയി വാങ്ങാം ഇൻഷാ അല്ലാ. അപ്പോൾ അത് കേട്ടോണ്ടിരുന്ന ഫവാസ് എന്തോ പറഞ്ഞു? മാമ ഉമ്മി ലിമ തദ്ഹബു ഇല സൂക്ക്, നമ്മൾ എന്തിനു വേണ്ടിയാണ് മാർക്കറ്റിൽ പോകുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? നഷ്തരീ മിൻഹുന നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ വീട്ടിൽ ഇരുന്ന് തന്നെ വാങ്ങാമല്ലോ. അപ്പോൾ ഉമ്മ ചോദിച്ചു കൈഫ എങ്ങനെ? അപ്പോൾ ഫവാസ് എന്തോ പറഞ്ഞു? ബസീത്തുൻ നത്ലുബു ബി ജവാൽ. നമുക്ക് എന്ത് വെച്ച് വാങ്ങാം? ഫോൺ ഉപയോഗിച്ച് ടോയ്സൊക്കെ വാങ്ങാം. എന്നിട്ട് ഫവാസ് എന്ത് ചെയ്തു? അഹദ ഫവാസ് എടുത്തു അൽ ജവാൽ മൊബൈൽ. അപ്പോൾ കദ്ദമ തൊലബ എന്നിട്ട് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എന്ത് ചെയ്തു? ഓർഡർ ചെയ്യാൻ ഒരുങ്ങി. അപ്പോൾ ലൊഹബാത്തല്ലേ വേണ്ടത്? ടോയ്സ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ്റെ ടാബിൽ ടോയ്സ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു, ലൊഹബാത്ത്. അപ്പോൾ കുറേ ടോയ്സ് വന്നു. അതിലവനെ വേണ്ടുന്നത് മാത്രം എന്ത് ചെയ്തു? ടിക്ക് കൊടുത്തു, ഓർഡർ കൊടുത്തു. അപ്പോൾ ഇതിലേതൊക്കെ ടോയ്സ് വന്നു? ദുംയത്തുൻ ടെഡി ബിയർ വന്നു. മുക്കഅബാത്ത് ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ട്. ഷത്രഞ്ചുൻ ചെസ് ബോർഡ്. തോബുലുൻ ചെണ്ട. തോബത്തുൻ ബോൾ. മിൽറബ് ബാറ്റ് മിൽറബ് ബാറ്റ്. അപ്പോൾ ദുമിയത്തും മുക്കഅബാത്തും മിൽറബും ഒക്കെയാണ് ആർക്ക് വേണ്ടത്? ഫവാസിന് വേണ്ടത്. അവൻ വേണമെന്ന് മാത്രം ടിക്കറ്റ് കൊടുത്തു. ഇതെല്ലാം ഓർഡർ ചെയ്ത കാര്യം ഉമ്മയോട് പറഞ്ഞു. മാമ കദ്ദം തുത്തലബ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉമ്മ എന്താ പറഞ്ഞു? ഹസനൻ ഓക്കെ, നല്ല കാര്യം ചെയ്തല്ലേ. അഹ്താജിയില ബാലുൽ അഷിയ എനിക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ വേണം. മാതായാ മാമ ഉമ്മക്ക് എന്തൊക്കെയാണ് വേണ്ടത്? അപ്പോൾ ഉമ്മ എന്താ പറഞ്ഞു? അൽ ഫവാക്കിഹ വൽ ഖദ്റവാത്ത് എനിക്ക് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വേണം. അങ്ങനെ അവൻ എന്ത് ചെയ്തു? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൊടുത്തു. അപ്പോൾ കുറേ വെജിറ്റബിൾസ് ഫ്രൂട്ട്സും വന്നു. ആവശ്യമുള്ളത് മാത്രം അവർ ടിക്കറ്റ് കൊടുത്തു. ഒന്നാമതായിട്ട് ടിക്കറ്റ് ഏതാണ്? ഫരാവിലത്ത് സ്ട്രോബെറി. ബുർത്തുക്കാല് ഓറഞ്ച്. തൂത്തുൻ ബെറി. ജുവാഫത്തുൻ പേരയ്ക്ക. കറുഅൻ എന്താണ്? ബോട്ടിൽ ഗാർഡ്. അങ്ങനെ ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്തു?
ടിക്കിട്ട് കൊടുത്തു. അങ്ങനെ ഉമ്മാക്ക് വേണ്ടുന്ന സാധനങ്ങളും ആര് ഓർഡർ ചെയ്തു? ഫവാസ് ഓർഡർ ചെയ്തു. ഇതിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ട്? അതസ് ബീൻസ് ഉണ്ട്, പിന്നെയോ ജസറും ക്യാരറ്റ് ഉണ്ട്, ബാമിയ ലേഡീസ് ഫിംഗർ വെണ്ടയ്ക്ക. അപ്പോൾ ഇതൊന്നും അവർക്ക് വേണ്ട, അവർക്ക് വേണമെന്നത് മാത്രം എന്ത് ചെയ്തു? ടിക്കിട്ട് കൊടുത്തു അല്ലേ. അങ്ങനെ ഉമ്മാക്ക് വേണ്ടുന്ന സാധനങ്ങളും കിട്ടി. ഇനി നെക്സ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നുഅദ്ദു ഖായിമത്തുൽ അഷ്യാഇൽ മത്ലൂബ. അപ്പോൾ ഫവാസിനും ഫാമിലിക്കും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എന്തൊക്കെയാണ് അവർ ടിക്കറ്റ് വാങ്ങിയെന്നുള്ളത് നമുക്ക് ഈ ബോക്സിൽ എഴുതി കൊടുക്കാം കേട്ടോ. അടുത്ത എക്സസൈസ് ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും സെപ്പറേറ്റ് ചെയ്ത് എഴുതാനാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിയിട്ട് നമ്മുടെ ഫവാസ് സെർച്ച് ചെയ്ത ലിസ്റ്റിൽ നോക്കിയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും തരംതിരിച്ച് എഴുതുക.